താരസംഘടന അമ്മയിലെ വിവാദങ്ങളിൽ അംഗങ്ങൾക്ക് തുറന്ന കത്തുമായി ശ്വേതാ മേനോൻ. അനുഭവക്കുറവ് കാരണം പിഴവുകളുണ്ടായി, അത് തിരുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടില്ല എന്നാണ് കത്തിൽ പറയുന്നത്. നവമി തുടരുന്നുണ്ട്. നവമി, ഇതിപ്പോൾ ശ്വേതാ മേനോൻ കഴിഞ്ഞ കുറേ ദിവസമായി മൗനത്തിലാണ്, ഒരു തരത്തിലും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ആ സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തന്നെയുള്ള സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? താൻ സജീവമായി തന്നെ രംഗത്തുണ്ടാകുമെന്നാണോ? അതെ, എന്തായാലും പ്രിയപ്പെട്ട അമ്മ അംഗങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തുറന്ന കത്താണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ശ്വേതാ മേനോന് പ്രസിഡന്റ്, അമ്മ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് എഴുതുന്ന കത്തെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ 26 ജൂൺ 21 നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലുണ്ടായ ചർച്ചകളും തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം അംഗങ്ങളും നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ആ സംഭവങ്ങൾ പല അംഗങ്ങൾക്കും വിഷമവും നിരാശയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഈ അനുഭവക്കുറവ് മൂലമുണ്ടായ പിഴവുകളാണ്. അതിനെ ക്ഷമിച്ച് ഞങ്ങളെ തിരുത്തുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ളൊരു പിന്തുണ അംഗങ്ങൾ നൽകണമെന്നാണ് ഇതിൽ പറയുന്നത്. കൂടുതൽ പക്വതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഇതുവരെ നടത്തിയിരുന്ന ഈ അംഗങ്ങൾക്കുള്ള സേവനങ്ങൾ അതിലൊരു തടസ്സവും വന്നിട്ടില്ല. അംഗങ്ങളുടെ കൈനീട്ടം, സഞ്ജീവനി പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും മുടക്കമില്ലാതെ തുടരുകയാണ്. ഇനിയും അതേ ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഈ സേവനം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഒപ്പം അമ്മയിലെ അംഗങ്ങളുടെ ഇത്തരത്തിലുള്ള ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് തന്നെയാണ് തങ്ങളുടെ മുൻഗണന എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ അടങ്ങുന്ന ഈ ഒരു കമ്മിറ്റി കത്ത് അവസാനിപ്പിക്കുന്നത്. എന്തായാലും തുടർന്ന് നിങ്ങളുടെ വിലപ്പെട്ട പിന്തുണയും സഹകരണവും ഉണ്ടാകും എന്നാണ് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടിയാണ് ശ്വേതാ മേനോൻ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അഡ്ഹോക് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോടതി ഉത്തരവ് വരികയും അതിൽ നിന്നും കൺവീനർ സ്ഥാനത്ത് നിന്നും രമേശ് പിഷാരടി മാറുകയും ഒക്കെ ചെയ്തത്. എന്തായാലും നിലവിൽ അമ്മയുടെ ഭരണസമിതി, അതായത് അന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് നിലവിൽ സംഘടനയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.